നമുക്ക് നമ്മുടെ ഓൺലൈനിലൂടെ വരുന്ന സക്കർ, കലാത്തിയുടെ സക്കർ നമുക്കത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതുപോലെയുള്ളൊരു സക്കർ ആണ് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് പ്രധാനമായിട്ട് അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇലയൊക്കെ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കലാത്തിയെ സംബന്ധിച്ച് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഈ കിട്ടുന്ന പ്ലാന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2:1:1 എന്ന അനുപാതത്തിലുള്ളൊരു മണ്ണ് കഴിവതും അത് തന്നെ ശ്രദ്ധിക്കുക. അതായത് 2 പാർട്ട് സോയിലും 1 പാർട്ട് ചാണകപ്പൊടിയും 1 പാർട്ട് ചകിരിച്ചോറും. ഈ ചകിരിച്ചോറ് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് നല്ലോണക്ക് പെട്ടെന്നൊരു വേരോട്ടം കിട്ടാൻ വേണ്ടിയാണ്. മണ്ണ് തന്നെയാകുമ്പോൾ നമുക്കത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 2:1:1 എന്നൊരു അനുപാതമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇത് കൊണ്ട് സെയിം ക്വാണ്ടിറ്റി ഉള്ള 2 ചട്ടിക്കകത്ത് ഇത് 2 ചട്ടിക്കകത്ത് മണ്ണാണ്, സോയിലാണ്. അതുപോലെ തന്നെ ഇത് ഒരെണ്ണത്തിനകത്ത് ചകിരിച്ചോറ് പുതിയതായത് പഴയ ചകിരിച്ചോറ്. അതുപോലെ തന്നെ ഇതുണ്ട് നല്ല ഉണങ്ങിയ നല്ല ചാണകപ്പൊടി. ഇതാണ് നമുക്ക് ഒരു പൊട്ടി മിക്സർ തയ്യാറാക്കാനുള്ള ഒരു മീഡിയത്തിൻ്റെ അളവ്. സോയിൽ അത് നമുക്കൊന്ന് ആദ്യമൊന്ന് ഇടാം. ഇത് കണ്ടോ, നമ്മുടെ ആ 2 പാർട്ട് സോയിൽ നമ്മൾ ആദ്യമൊന്ന് ഇട്ടു. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ചകിരിച്ചോറ്. അത് നമ്മൾ 1 പാർട്ട് ആ ചകിരിച്ചോറ് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഇത് കണ്ടോ ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇടും. ഇനിയിപ്പോൾ ഇത് നന്നായി നമുക്ക് ഇത് കണ്ടോ ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ പോട്ടി മിശ്രണമുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചകിരിച്ചോറ് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഈ മണ്ണ് കട്ട പിടിച്ച് പോയാൽ വേരിന് നല്ല ഓട്ടം കിട്ടും. അതുപോലെ നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടികൾ ഇതുപോലെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അതിന് അത്യാവശ്യം വളങ്ങളുമായി. ഇതാണ് നമ്മൾ ആ പോട്ടി മിക്സർ തയ്യാറാക്കുന്ന രീതി. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മുടെ കിട്ടിയേക്കുന്ന സക്കർ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്നുള്ള രീതി നമുക്ക് നോക്കാം. അപ്പോൾ അത് പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ചട്ടിയിലോ, ഇപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ ഇതുകൊണ്ട് ഒരു 6 ഇഞ്ച് പോട്ട് ചട്ടിയാണ്. ആ ചട്ടിക്ക് നല്ല ഹോള് കാര്യങ്ങൾ എല്ലാം വേണം. അപ്പോൾ നമ്മൾ നടുന്നതിൻ്റെ അകത്തൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കുറച്ച് മണ്ണ് നമ്മൾ ഇതുണ്ടോ ഇടുന്നത്. അതായത് നമ്മളിപ്പം ഈ കലാത്തിയെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഈ മണ്ണ് കൂടുതൽ ചിലരുണ്ട് ഇത്ര മണ്ണ് കയറ്റിയിടും. അത്ര ഇടരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ട് വേര് മുങ്ങി ചെടിയൊക്കെ ഒന്ന് നിൽക്കാൻ വേണ്ടി മാത്രമുള്ള 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ഇഞ്ചും കൂടെ ഇതിലെ മണ്ണിടാവുള്ളൂ. കാരണം എന്താണെന്ന് പറയുക ഇതുകൊണ്ട് പുതിയ ഷൂട്ട് പൊട്ടി വരുന്നതാണ്. അതുപോലെ തന്നെ കണ്ടോ ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ പൊട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഒരുപാട് താത്തിട്ടാൽ ഇത് വളരെ താമസിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് മണ്ണ് കുറച്ചിടുന്നത്. ആ നടുന്ന രീതിയാണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ ഇതുപോലെ ഇതിൻ്റെ വേരൊക്കെ എടുത്ത് ഒതുക്കി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് കണ്ടോ മണ്ണിടുന്ന രീതി. ഇതുണ്ട് നമ്മൾ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് നല്ലവണ്ണം നമ്മൾ ഉറപ്പിച്ച് കൊടുക്കണം. ഇത് കണ്ടോ ഉറപ്പിച്ച് നിന്ന് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഇല വഴി വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ചെടി മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വളരെ മേളിൽ പൊക്കിയാണ് വെച്ചിരിക്കുന്നത് ഈ സക്കർ പൊട്ടാൻ വേണ്ടി. അതിന് എന്ത് വേണ്ടി ഇത് കണ്ടോ നമ്മളിതുപോലെ ഒരു സപ്പോർട്ട് ഇതുപോലെ ഒരു കമ്പ് നാട്ടിയിട്ട് ഇതുണ്ടോ ബലമായി നാട്ടിക്കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇതുപോലെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. ഇത് കണ്ടോ ഒരെണ്ണം കൂടെ ചെയ്യാം. ഇത് കണ്ടോ ഇപ്പം ഇതുപോലെ നട്ട് ഇത് കണ്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഉറപ്പിച്ച് വെക്കണം. ഇങ്ങനെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിന് വെള്ളവും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ 2 ആഴ്ചത്തേക്ക് നമ്മൾ ഒരു ഷെയ്ഡിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ഇട്ട് ഒരു 15 ദിവസം നമ്മളത് കെയർ ചെയ്യണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ദിവസം ആ ഒരു ഇതുണ്ട്. ഇത് 15 ദിവസമായ ഒരു ചെടിയാണ് ഇത്. നമ്മൾ സക്കർ എടുത്ത് ചട്ടിക്കകത്ത് വെച്ച് 15 ദിവസമായപ്പോൾ കണ്ടോ ഇത് കണ്ടോ അതിൻ്റെ വേരൊക്കെ നല്ലോണം പൊട്ടി ഇതായിട്ട് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇതുണ്ടോ ഈ ഷെയ്ഡ് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഒരു കുഴപ്പം വരികയില്ല. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് കണ്ടോ അതിൻ്റെ ആ വേരുകൾ നമ്മളിപ്പോൾ ഒരാഴ്ചയായ ഒരു ചെടിയാണ്, അല്ല ഒരാഴ്ച കഴിഞ്ഞൊരു ചെടിയാണ്. ആ ചെടി ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് ഫോം ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം പുതിയ വേരുകൾ പൊട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ, ഒരു 7 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫീൽഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ചെടിയുടെ ഇലയോ തണ്ടോ ഒന്നും വാടാതെ നമുക്ക് പറ്റും. ഇനി അതല്ല നിങ്ങളിനി മെയിൻ ഫീൽഡിൽ വെച്ചു അതിൻ്റെ ഇലയോ തണ്ടോ ഒക്കെ ഒന്ന് ഉണങ്ങിപ്പോയാലും ശരി ഇത് കണ്ടോ ഈ ചുവട് ഭാഗത്തിന് ഒരു പച്ച ഉണ്ട മാത്രം മതി. ഇത് സക്കർ പൊട്ടി കയറും. ഇത് കണ്ടോ ഇതേപോലെയുള്ള കലാത്തിയാണ് നമ്മൾ പറിച്ച് അതിൻ്റെ സക്കറാണ് നമ്മൾ ഇത് കണ്ടോ ഓരോന്നിൻ്റെയൊക്കെ ചുവട്ടിലൊരു 10 സക്കറെങ്കിലും വെച്ച് പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 മാസമായ പ്ലാന്റാണ്. 1 ചിമ്പ് ഞങ്ങൾ ഈ ഓൺലൈനിൽ അയക്കുന്ന കൂടെ 1 ചിമ്പ് ലൈനായിട്ട് വെച്ച് കൊടുത്ത് വളർത്തിയെടുത്തിരിക്കുന്നതാണ്. കണ്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ നാളത്തെ നാളത്തെ പാക്കിങ്ങിന് വേണ്ടി പറിച്ച് ഇതുപോലെയുള്ള ചെടികൾ പറിച്ച് അടത്തിയെടുക്കുന്നതാണ്. ഇതുപോലെയുള്ള സക്കറാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. ഇത് കണ്ടോ
ഇതുപോലെയുള്ള ഫ്രഷായിട്ടുള്ള സക്കറാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-2 പേര് പറയുന്നുണ്ട് ചെടിയുടെ ഇല ഒടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിലിപ്പോൾ ഒരു 4 അടി പൊക്കത്തോളമുള്ള ഇത് നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളിങ്ങനെ വളച്ച് വെച്ച് പാക്ക് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചെയ്ത് കഴിപ്പിതുണ്ടോ, ഇതിങ്ങനെ ഒടിയാൻ ഇലകൾ ചിലപ്പോൾ ഇതുപോലെ ലീഫ് ഇതുപോലെ ഇന്ന് ഒടിയാനായിട്ടാണ്. ഇങ്ങനെ ഒടിഞ്ഞാലോ ഈ ചെടി ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞാലോ ഒന്നും ഒരു വിഷയവും വരുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ ഈ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഇതുണ്ടോ, ഇലകളൊക്കെ ഇതുപോലെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇതുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരില പോലും വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത്രയും വെച്ച് കഴിഞ്ഞാലും ഇതിന് ചുവട്ടിൽ നിന്ന് സക്കർ പൊട്ടിയും വരും. അതുപോലെ തന്നെ ഇവിടുന്ന് കൂമ്പായിട്ട് പൊട്ടി വരികയും ചെയ്യും. അപ്പം നിങ്ങൾ കഴിവതും ഇലയോട് കൂടി വയ്ക്കാൻ നോക്കുക. ഇനി ഇല ഉണങ്ങിപ്പോയാലും ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. അതുപോലെ എന്തുകൊണ്ട് ഈ ചെടിയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് പോന്ന് പറഞ്ഞാൽ പോലും ഇതുകൊണ്ടോ ഈ ചുവട്ടിൽ നിന്ന് പുതിയ സക്കറുകളൊക്കെ പൊട്ടി വരുന്നത്. ഈ സക്കറുകളൊക്കെ പൊട്ടി വന്ന് കയറിക്കോളും. ഒരു കാരണവശാൽ ഈ ചെടി ഡാമേജ് വരികയില്ല. ഇപ്പം ഞങ്ങളിതുകൊണ്ടോ ഈ ചെടി പറിക്കുന്നതോടൊപ്പം തന്നെ പ്ലാന്റ് ചെയ്ത് വരുന്നുണ്ടോ. ഇതുപോലെ ഇപ്പോൾ വെയിലാണ്, ഇവിടെ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല വെയിലാണ്. ഞങ്ങളിതുപോലെ വരുന്ന പ്ലാന്റുകൾ പറിച്ചിട്ട് ഓരോന്ന് ഇതുപോലെ വെച്ച് വരുന്നു. ഇതിപ്പോൾ ഒരു 4 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ഫീൽഡ് ചെടികളാകും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഇലയോട് കൂടി വെക്കുക. അതില്ലാത്തവർ ഇങ്ങനെ പോയാൽ പോലും ഒരു കുഴപ്പം വരുന്നില്ല. നമ്മൾ ഈ ചെടികൾ പാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെടികളെടുത്തിട്ട് നമ്മൾ വളരെ കെയർ ചെയ്ത് ചെടികൾ ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ വളച്ച് വെച്ച് ഈ രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്ത് കവർ ഒരു 8-10 ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ വണ്ടിയല്ലേ ലോഡ് കയറ്റി വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർ അടുക്കി വണ്ടിയിലൊക്കെ കയറി കഴിയുമ്പോൾ ഈ ഇലയ്ക്കൊക്കെ ചെറിയൊരു എന്തെങ്കിലും ഒരു ക്ഷതം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടിയാനൊക്കെ ചാൻസ് ഉണ്ട്. പരമാവധി ഞങ്ങൾ ഇപ്പോൾ ഇല പോലും ഒടിയ ഒരു ഇലയ്ക്ക് ഒരു പോറൽ പോലും വരാതെ എന്ന് കരുതിയാണ് പാക്ക് ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചു. ഇനി അങ്ങനെ അഥവാ ചില കേസിൽ അങ്ങനെ സംഭവിച്ചാൽ പോലും ഞാൻ പറയുവാണ്, ഇത് നിങ്ങൾക്ക് ഒരു വിധത്തിൽ നിങ്ങൾക്ക് ആ ചെടി നശിച്ചു പോകത്തില്ല. ചെടിയുടെ ചുവട്ടിൽ നിന്ന് കലാത്തിക്കുള്ളൊരു പ്രത്യേകതയാണ്. മറ്റ് ചെടികളെ പോലെയല്ല, നിങ്ങൾക്ക് ഒരു ചെടി പോലും പോകുകയില്ലെന്ന് ഞങ്ങൾ 100% ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കലാത്തി ലൂട്ടിയുടെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്നത്. അതിനിപ്പം ശരിക്കും നല്ല ഓർഡറുകൾ വന്നിട്ടുണ്ട്. ആൾക്കാർക്കത് നല്ല രീതിയിൽ ഞങ്ങൾ പാക്കിങ് ചെയ്ത് ഈ ആഴ്ച തന്നെ എല്ലാവർക്കും അത് എത്തും. ഇനി നമ്മൾ അടുത്തതായിട്ട് അതുപോലെ തന്നെയാണ് സെയിം മെത്തേഡ് ആയിട്ടാണ് നമ്മുടെ കലാത്തിയ വീറ്റ് ഇതും വെച്ചിരിക്കുന്നത്. ഇതിന് കലാത്തിയ ലൂട്ടിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു റെഡ് കളറ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ഫോളോ ചെയ്യുന്നതായിരിക്കും.